പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ചവറ കോയിവിള കെ.സി. പിള്ള സ്മാരക ഉദയ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം നടത്തിയത്. ആദരവ്, അനുമോദനം എന്നിവയും സംഘടിപ്പിച്ചു. കോയിവിള പുത്തൻ സംഗീതം കെ.സി. പിള്ള സ്മാരക ഉദയ ഗ്രന്ഥശാലയാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത്. SSLC +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർ, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത വിജയികൾ, കലാ സാംസ്കാരിക രംഗത്ത് മികവ് തെളിയിച്ചവർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. കരുനാഗപ്പള്ളി താലൂക്കിലെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള ഫ്രാൻസിസ് സേവ്യർ പുരസ്കാരം നേടിയ KS ബിജുകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം S സോമൻ എന്നിവരെ ആദരിച്ചു. VK സുരേഷ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പക്ഷിമൃഗാദികളെല്ലാം രൂപം കണ്ടാലും ഭാവം കണ്ടാലും എല്ലാം ഒരുപോലെയാണ്. അവർക്ക് സ്വന്തമായ ഐഡന്റിറ്റി, യുണീക്ക് ഐഡന്റിറ്റികളില്ല. എല്ലാ മുയലും ഒരുപോലെയാണ്, എല്ലാ മാനും ഒരുപോലെയാണ്, എല്ലാ കോഴിയും ഒരുപോലെയാണ്. എന്നാൽ ഒരു മനുഷ്യനെ പോലെ മറ്റൊരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. അത് രൂപം കൊണ്ട് മാത്രമല്ല, ഭാവം കൊണ്ടും. പ്രതിജന ഭിന്ന വിചിത്രമാർഗികളാം ലോകം എന്നതിനെ കുറിച്ച് കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിൽ ഒരു വരിയാണ്. പ്രതിജന ഭിന്ന വിചിത്രമാർഗികളാണ്. പ്രതിജനം, ഓരോ ജനവും. അപ്പൊ പ്രതിയുടെ അർത്ഥം മനസ്സിലായില്ലേ? ഓരോ വേറിട്ട് നിൽക്കുന്ന ഓരോ ആളും വിചിത്രമാർഗികളാണ്. വിചിത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളെല്ലാം ഈ ലോകത്ത് സുന്ദരന്മാരും സുന്ദരികളും ആവുന്നത്. ഭൂമിയിലെ മനുഷ്യരെല്ലാം ഒരേ കോലത്തിലായിരുന്നുവെങ്കിൽ ആരും സെൽഫി എടുക്കുമോ? ഇങ്ങോട്ടെടുത്താലും അങ്ങോട്ടെടുത്താലും ഒരുപോലെയല്ലേ? നമ്മളെല്ലാം വൈവിധ്യങ്ങളുടെ രൂപഭാവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ലോകത്തിന് സൗന്ദര്യമുണ്ടാവുന്നത്. അപ്പൊ പ്രതിഭ എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരാൾക്കും ഇല്ലാത്തൊരു വെളിച്ചം എൻ്റെ പ്രവർത്തനത്തിലും എൻ്റെ ചിന്തയ്ക്കും എൻ്റെ അറിവിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നവനെയാണ് പ്രതിഭ എന്ന് പറയുന്നത്. ഉദയ ഗ്രന്ഥശാല പ്രസിഡന്റ് S അശോകൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P ശിവൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ, സെക്രട്ടറി M സലീം, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി V വിജയകുമാർ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് അനിൽ പുത്തേരം, ശ്രീകുമാർ വട്ടത്തറ, I ഷിഹാബ്, S പ്രസന്നകുമാരി, അഡ്വക്കേറ്റ് മണിലാൽ, S കൃഷ്ണകുമാർ, R രാജീവൻ, MK മുംതാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.